ഒരുപാട് നമ്മൾ ട്രാൻസ്ലേഷൻ ആപ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നശിക്കും. മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാവും. കാരണം ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്താൽ അതിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെന്റൻസ് കിട്ടൂ എന്നുള്ള ഒരു ഫോൾസ് ബിലീഫ് നമ്മളിൽ തന്നെ സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ സ്റ്റോപ്പ് യൂസിങ് ട്രാൻസ്ലേഷൻ ആപ്സ് എന്ന് കരുതി ഒട്ടും യൂസ് ചെയ്യേണ്ടെന്നല്ല, അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ട്രാൻസ്ലേഷൻ ആപ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു സൂത്രം പറഞ്ഞുതരാം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഓൾട്ടർനേറ്റീവ്സ് ഓർ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ്സ്. നിങ്ങൾക്ക് ഒരു വാക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ, ഒരു സെന്റൻസ് പറയാൻ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ അതിന് പകരമായിട്ട് വേറൊരു വാക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ വേറൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, പേനയിലെ മഷി തീർന്നു, അതെങ്ങനെ പറയാം? ദ പെൻസ് റൺ ഔട്ട് ഓഫ് ഇങ്ക്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ പകരം നമുക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്നുള്ള വേർഡ് അറിയാലോ. ദ പെൻ സ്റ്റോപ്ഡ് വർക്കിംഗ്, ഇങ്ങനെ പറയാം.